ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ ചില ജോഗ്രഫി ഫാക്ട്സുകളാണ്. കേരള പി എസ് സിയുടെ 10th ലെവൽ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഉപദ്വീപിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഉപദ്വീപിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് എന്താണ് ഉപദ്വീപ് എന്നുള്ളത് നോക്കാം. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗങ്ങളെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗങ്ങളെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഉപദ്വീപ് എന്താണെന്ന് നോക്കാം. തെക്ക് ഭാഗം 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗങ്ങളെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഉപദ്വീപ് അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ ഭാഗത്തെ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു, അതുകൊണ്ടാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിരകളെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് വിളിക്കുന്നത്. ഉത്തരപർവ്വത മേഖല എന്താണ്? കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിരകളാണ് ഉത്തരപർവ്വത മേഖല. അപ്പോൾ ഡയറക്ഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയി തിരിക്കാം. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയി തരം തിരിക്കാം. ഇനി നമ്മൾ ആ തരം തിരിവാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ട്രാൻസ് ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉപവിഭാഗങ്ങളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുന്ന മലനിരകളാണ്. ഏതൊക്കെയാണ്? കാരക്കോറവും ലഡാക്കും സസ്കറും. ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് 3 മലനിരകളാണ്. ഏതാണ്? കാരക്കോറവും ലഡാക്കും സസ്കറും. അടുത്തത് ഹിമാലയം. ഹിമാലയം മലനിരകളുടെ ഡിവിഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, അല്ലെങ്കിൽ ശിവാലിക് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കാണ് ഹിമാലയം മലനിരകളുടെ 3 ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടെ വിഭാഗങ്ങൾ ഉള്ളതാണ് കിഴക്കൻ മലനിരകൾ. കിഴക്കൻ മലനിരകൾ നമുക്ക് നോക്കാം. പത്കായ്, നാഗ കുന്നുകൾ, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, അതുകൂടാതെ മീസോ കുന്നുകൾ. ഇവ ഇത്രയും ഉൾപ്പെടുന്ന വിഭാഗമാണ് കിഴക്കൻ മലനിരകൾ. കിഴക്കൻ മലനിരകളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? പത്കായ്, നാഗ കുന്നുകൾ, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, പിന്നീട് ഏതാണ്? മീസോ കുന്നുകൾ. അപ്പോഴും നമ്മൾ ഉത്തരപർവ്വത മേഖലയുടെ വിഭാഗങ്ങളായ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ, ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട മലനിരകളാണ് പഠിച്ചത്. ഇനി നമുക്ക് ട്രാൻസ് ഹിമാലയം എന്താണെന്ന് കുറച്ചും കൂടെ വിശദമായിട്ട് നോക്കാം. അതിൻ്റെ ഉയരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കാം. ട്രാൻസ് ഹിമാലയം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ അതിൻ്റെ പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. 8661 മീറ്റർ ഉയരമുള്ള നമ്മുടെ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം നിരകളിലാണ്. എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിൻ്റെ ഉയരമാണ് 8661 മീറ്റർ. ഇത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. ആ പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരമാണ് ചോദിക്കുന്നതെങ്കിൽ അത് 6000 മീറ്ററാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം 8661 മീറ്ററാണ്. അപ്പം ഈ ഭാഗം ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്തത് നമ്മൾ ഹിമാലയമാണ് നോക്കുന്നത്. ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലായി ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നു. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിലാണ്, വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. ഏത് പർവ്വതനിരകൾക്കാണ്? ഹിമാലയത്തിൻ്റെ നീളമാണ് പറയുന്നത്. 2400 കിലോമീറ്റർ ആണ്. ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഇതിൽ ഉൾപ്പെടുന്നു. ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഹിമാലയം.
ഇനി നമുക്ക് മൗണ്ട് എവറസ്റ്റിനെ കുറിച്ച് നോക്കാം. മൗണ്ട് എവറസ്റ്റ് എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആണ് മൗണ്ട് എവറസ്റ്റ്. ഇത് ഹിമാലയ പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാലയ പർവ്വതത്തിലാണ്. നേപ്പാളിൽ ആണിത് സ്ഥിതി ചെയ്യുന്നത്. ഏതാ? മൗണ്ട് എവറസ്റ്റ് ആണ്. 8848 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം ചോദിക്കുകയാണെങ്കിൽ 8848 അല്ലെങ്കിൽ 8848 മീറ്റർ എന്ന് പഠിച്ച് വെച്ചേക്കുക. ഇനി നമ്മൾ പോകുന്നത് ഹിമാലയത്തിൻ്റെ ആ 3 ഡിവിഷൻ്റെ പ്രത്യേകതകൾ പഠിക്കാനാണ്. ഫസ്റ്റ് വൺ ഹിമാദ്രിയാണ്. ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ നിരയാണ്. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ നിരയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ നിര എന്നാണ് പറയുന്നത്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഏതാ? ഹിമാദ്രി. ഇനി ഹിമാദ്രിയുടെ ഉയരം എത്രയാണ്? 6000 മീറ്ററാണ്. ഹിമാദ്രിയുടെ ഉയരം 6000 മീറ്ററാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഹിമാദ്രിയാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ്. ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. എക്സാമ്പിൾ കാഞ്ചൻജംഗയും നന്ദാദേവിയുമാണ്. കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. അടുത്തത് നമ്മൾ ഹിമാചലാണ് നോക്കുന്നത്. ഹിമാചൽ ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഹിമാദ്രിയുടെ തെക്ക് ഭാഗം ഏതാണ്? ഹിമാചലാണ്. ഹിമാചൽ അതിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്ററാണ്. ഇതിൻ്റെ ഹിമാചലിൻ്റെ ശരാശരി ഉയരമാണ് 3000 മീറ്റർ. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരകളുടെ തെക്കേ ചരിവിലായി സ്ഥിതി ചെയ്യുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഏത് പർവ്വതനിരയിലാണെന്ന് ചോദിക്കാം. അപ്പോൾ അതെവിടെയാണ്? ഹിമാചലിലാണ്. ഹിമാചൽ. അടുത്തതാണ് മൂന്നാമത്തെ ഡിവിഷനായ സിവാലിക്കാണ് നമ്മൾ നോക്കുന്നത്. സിവാലിക്ക് ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ടുള്ളത് ഏതാണ്? സിവാലിക്കാണ്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 1220 മീറ്ററാണ്. 1220 മീറ്ററാണ്. ഏതാ? സിവാലിക്കിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. വേണമെങ്കിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി ആ പോയിൻ്റ്. നമുക്ക് വേണ്ടുള്ള പോയിൻ്റ് ഏതാണ്? എവിടെയാണ് ഇതിൻ്റെ പൊസിഷൻ? ഹിമാചലിന് തെക്ക് ഭാഗമാണ്. പിന്നെ നമുക്ക് ഉയരം 1220 മീറ്ററാണ് വേണ്ടുള്ളത്. ഉയരം നമുക്ക് വേണ്ടുള്ളത്. അടുത്തത് നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. അത് നമുക്ക് നോക്കാം. അപ്പോൾ സിവാലിക്കിലാണ് എന്ത് കാണപ്പെടുന്നത്? നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. അവയെ ഡൂണുകൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഡൂണുകൾ എന്ന് ചോദിച്ചാൽ നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളെയാണ് എന്താണ്? ഡൂണുകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഡെറാഡൂൺ. ഇപ്പോൾ നമ്മൾ എന്താണ്? ഹിമാലയത്തിൻ്റെ ആ ഡിവിഷനാണ് പഠിച്ചത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഉത്തര പർവ്വത മേഖലകളിലെ ചുരങ്ങളാണ്. ചുരങ്ങൾ. അതിനു മുൻപ് ചുരങ്ങൾ എന്താണെന്ന് ആദ്യമേ ഒന്ന് നോക്കി വെച്ചേക്കാം. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ. എന്താണ് ചുരങ്ങൾ? പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ. ഇനി നമുക്ക് ഒരു 4 ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ലിപു ലേക്ക്, ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ലിപു ലേക്ക്. ഷിപ്കില, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഷിപ്കില. സോജില, ശ്രീനഗർ, കാർഗിൽ. സോജില, ശ്രീനഗർ, കാർഗിൽ. അടുത്തത് നാഥുല, സിക്കിം, ടിബറ്റ്. ഇനി നമ്മൾ പഠിക്കുന്നത് കിഴക്കൻ മലനിരകളെ കുറിച്ചാണ്. കിഴക്കൻ മലനിരകൾ എന്താണെന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് കിഴക്കൻ മലനിരകൾ എന്ന് വിളിക്കുന്നത്. ഇതിന് മറ്റൊരു പേരും കൂടെയുണ്ട്, പൂർവാചൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇവയെ പൂർവാചൽ എന്ന് വിളിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി ഇവിടെയാണ്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപുഞ്ചി. അതെവിടെയാണ്? കിഴക്കൻ മലനിരകളിലാണ്. ഈ പ്രദേശത്ത് നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകളും ഉണ്ട്. അപ്പോൾ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ധാരാളമായി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കിഴക്കൻ മലനിരകളിലാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത് 10th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫിയാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത്
ഇന്ത്യൻ ഉപദ്വീപിനെ കുറിച്ചിട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖലയുടെ ഡിവിഷനുകളായ ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ, ഈ 3 വിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചില പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. എല്ലാവരും വീഡിയോ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.